ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മാങ്ങാക്കറിയാണ്. ഓണം അല്ലെങ്കിൽ വിഷു സദ്യ സ്റ്റൈൽ മാങ്ങാക്കറി. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഷെഫ് പിള്ളയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണ്. തെക്കൻ കേരളത്തിലാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ ഒന്ന് ചെനച്ച മാങ്ങയാണ്, രണ്ടാമത്തെ മാങ്ങ നല്ല പച്ചമാങ്ങയാണ്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. തൊലി കളയാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ ഒരു അച്ചാർ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റാത്ത അച്ചാറാണ്. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സദ്യക്കൊക്കെ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പിക്കിളാണ് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുകിടാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഒരു 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. മാങ്ങയും അതുപോലെ പച്ചമുളകെല്ലാം നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് വളരെ കുറച്ച് സ്പൈസസ് ആണ് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് തൈരും കൂടി ചേർത്തിട്ടാണ് വാങ്ങി വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് ഇതൊന്ന് വാടി വരണം. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് വാടി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം ആ ഒരു പച്ചമണം എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈര്, ഒരുപാട് പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം അതിലേക്കൊന്ന് ചൂടൊക്കെ കയറ്റി ആ ഒരു തൈരിൻ്റെ പച്ച ഒരു സ്മെല്ലെല്ലാം മാറി വരുമ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യാറുള്ളവർക്ക് അറിയായിരിക്കും. സദ്യയ്ക്ക് ഒരു നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അച്ചാർ നമുക്ക് സാധാരണ നമ്മൾ മാങ്ങ അച്ചാർ ഇടുന്നത് പോലെ കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ പറ്റില്ല. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3-4 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ തൈരൊക്കെ ചേർത്തതല്ലേ. തൈര് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതി, ലോ ഫ്ലെയിമിൽ. അല്ലാതെ ഒരുപാട് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക്